ഏകദേശം എല്ലാവരും പണ്ടത്തെ അനാക്കോണ്ട സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ത്രില്ലടിച്ചായിരിക്കും ആ സിനിമയൊക്കെ നമ്മൾ കണ്ടത്. സോ അതുപോലെ ഒരു സിനിമ ഇന്നത്തെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ വെച്ചിറങ്ങിയാൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതാണ് 2024 ഇറങ്ങിയ, അതായത് ഈ വർഷം ഇറങ്ങിയ ഒരു ചൈനീസ് അഡ്വഞ്ചർ സിനിമയായ അനാക്കോണ്ട സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഇതിവൃത്തം എന്തായിരിക്കുമെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഇതുപോലെ അടിപൊളി വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷനാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഘോര വനമാണ് കാണിക്കുന്നത്. വനത്തിലെ ഒരു നദിയിലൂടെ 4 പേര് ഒരു ബോട്ടിൽ പോവുകയാണ്. അതിലൊരാൾ ഈ വനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മഴക്കാടിൽ കൂടുതലുമുള്ളത് പാമ്പുകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അനാക്കോണ്ട വർഗ്ഗങ്ങളുള്ളത് ഈ കാട്ടിലാണ്. നരഭോജികളായ മനുഷ്യരും ഇവിടെയുണ്ട്. അതിനൊക്കെ പുറമെ ക്രിംസൺ എന്നൊരു ബൃഹത്തായ അനാക്കോണ്ട വർഗ്ഗവും ഇവിടെയുണ്ട്. അതാണ് ഈ കാടിന്റെ ആഹാര ശൃംഖലയുടെ ഏറ്റവും മുകളിൽ. ചുരുക്കി പറഞ്ഞാൽ ഈ യാത്ര വളരെ വലിയ അപകടം പിടിച്ച യാത്ര തന്നെയാണ് എന്നൊക്കെ ഒരുത്തൻ പറഞ്ഞു. അവനാണ് ബോട്ടിന്റെ ഉടമസ്ഥൻ. അവൻ ഈ കാടിന്റെ സമീപത്തുള്ള ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നവനാണ്. അങ്ങനെയാണ് അവൻ ഇതൊക്കെ അറിയാവുന്നത്. ഇതൊക്കെ ജെഫിനോടാണ് അവൻ പറയുന്നത്. ജെഫ് ആണ് സിനിമയിലെ വില്ലൻ. മറ്റു 2 പേരും ജെഫിന്റെ കൂടെയുള്ളവരാണ്. ജെഫ് ആണെങ്കിൽ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അതിലൊരു പാമ്പിനെയും പിടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിനെ അവൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെഫ് ആളൊരു കട്ട സൈക്കോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സംഭവം ജെഫും മറ്റു 2 പേരും ഇല്ലീഗലായിട്ടുള്ള പാമ്പ് പിടുത്തക്കാരാണ്. ഈ കാട്ടിൽ നിറയെ പാമ്പുകൾ ഉള്ളതിനാൽ അതിനെയൊക്കെ പിടിച്ച് വിറ്റ് കാശാക്കാമെന്ന് കരുതിയാണ് അവർ ഈ പോകുന്നത്. ജെഫ് ആണ് ഇവരുടെ നേതാവ്. ബോട്ടിന്റെ ഉടമസ്ഥൻ പറഞ്ഞ ക്രിംസൺ പാമ്പാണ് ജെഫിന്റെ ലക്ഷ്യം. അതിനെ പിടിച്ച് വിറ്റാൽ അടുത്ത 7 തലമുറയ്ക്ക് ജീവിക്കാനുള്ള എത്ര കാശ് കിട്ടും. അതിനത്രയും ഡിമാൻഡ് ഉണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അനാക്കോണ്ട വർഗ്ഗമാണ് ക്രിംസൺ. അത് പക്ഷേ ലോകത്തിലാകെ ഈ കാട്ടിൽ മാത്രമേ ഉള്ളൂ. അതറിഞ്ഞിട്ടാണ് ജെഫ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരെയും കൊണ്ട് വനത്തിലെത്തിയപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച യാത്രയാണ്. അതുകൊണ്ട് എനിക്ക് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്നും കൂടുതൽ കാശ് തരണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകില്ല എന്നൊക്കെ ബോട്ടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു. അത് കേട്ടതും ജെഫിന് ആകെ കലി വന്നു. ജെഫ് കുറെ കാശ് എടുത്ത് മുന്നിലോട്ട് ഇട്ടുകൊടുത്തു. ഇത് പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ കാശുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ അവൻ കാശ് എടുക്കാൻ തുടങ്ങിയതും അവന്റെ കഴുത്തിൽ തന്നെ ജെഫ് കത്തി ഇറക്കി. എന്നിട്ട് അവന്റെ തല അറുത്തെടുത്ത് ആറ്റിലെറിഞ്ഞു. ഇതൊക്കെ ജെഫിന്റെ കൂടെയുള്ള 2 പേരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്താ, നിങ്ങൾക്കും കൂടുതൽ കാശ് വേണോ എന്ന് ജെഫ് അവരോട് ചോദിച്ചു. വേണ്ട, നമുക്കങ്ങനെ ആർത്തിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞിരുന്ന കാശ് എന്നെ തന്നാ മതിയെന്ന് അവര് പറഞ്ഞു. ശരിക്കും അവർക്കും കാശ് കൂട്ടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ അവരങ്ങ് പകച്ചുപോയി. ശേഷം 3 പേരും കൂടെ കാടിന്റെ ഉള്ളിലേക്ക് പോയി. ജെഫിന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട്. അത് നോക്കിയാണ് അവര് പോകുന്നേ. ഉള്ളിൽ പോയപ്പോ അവിടെ ഒരു ചെറിയ ക്ഷേത്രം ഇരിക്കുന്നത് കണ്ടു. അത് പണ്ടെപ്പോഴോ ഇവിടെ ജീവിച്ചിരുന്ന ആദിവാസികൾ പണിഞ്ഞതാണ്. അവിടെ അനാക്കോണ്ടയുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ വിഗ്രഹങ്ങൾക്ക് സമീപം അനാക്കോണ്ടയുടെ ഒരു തോലും കിടക്കുന്നത് കണ്ടു. ആ തോലിന് തന്നെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെ പ്രതീക്ഷിച്ചതുപോലെ വളരെ വലിയ അനാക്കോണ്ടകൾ ഉണ്ടെന്ന് ജെഫിന് ഉറപ്പായി. ശേഷം മറ്റ് 2 പേരും കൂടെ ചെറിയ ചെറിയ പാമ്പുകളെയൊക്കെ അവരുടെ ബാഗുകളിലാക്കാൻ തുടങ്ങി. അതിനെയൊക്കെ വിറ്റാൽ ഒരുപാട് കാശ് കിട്ടും. അതുകൊണ്ട് പാമ്പുകളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പാമ്പുകളെ അവർ കാശായിട്ടാണ് കാണുന്നത് തന്നെ. ചാക്ക് നിറഞ്ഞപ്പോൾ ഒരുത്തൻ അതുകൊണ്ട് ബോട്ടിൽ വെക്കാൻ പോയി. റേഡിയോയിൽ പാട്ടൊക്കെ ഇട്ട് നല്ല എൻജോയ് ചെയ്താണ് അവൻ വരുന്നത്. ബോട്ടിനടുത്ത് എത്തിയപ്പോൾ അകലെ നിന്നും എന്തോ വരുന്നത് പോലെ അവന് തോന്നി. അതൊരു വലിയ അനാക്കോണ്ടയാണെന്ന് അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ ഉടനെ അനാക്കോണ്ട വന്ന് അവനെ പിടികൂടി. കുറച്ചു കഴിഞ്ഞ് രണ്ടാമത്തവനും ബാഗും കൊണ്ട് കാട്ടിലൂടെ വരികയായിരുന്നു. അപ്പോഴാണ് അവൻ ഒരു പാട്ട് കേൾക്കുന്നത്. ഈ കാട്ടിൽ ഇത് എവിടുന്ന പാട്ട് വരുന്നതെന്ന് നോക്കി അവൻ അങ്ങോട്ട് പോയപ്പോൾ അത് നേരത്തെ മറ്റവനെ പിടിച്ച അനാക്കോണ്ടയുടെ വയറ്റിൽ നിന്നുമാണ് വരുന്നത്. നേരത്തെ വിഴുങ്ങിയവനെ അവന്റെ മുന്നിലോട്ട് തന്നെ തുപ്പിയിട്ടു. അവനാകെ പേടിച്ച് വിരണ്ടുപോയി. അവൻ ഓടാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുന്നേ അനാക്കോണ്ട അവനെയും പിടികൂടി. ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ഇത് ചുറ്റി വരിഞ്ഞു മുറുക്കും. ആ ശക്തിയിൽ മനുഷ്യരുടെ എല്ലുകളൊക്കെ ഒടിഞ്ഞു പോകും. അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് അത് മനുഷ്യരെ കൊല്ലുന്നത്. അവനെ അത് വരിഞ്ഞു മുറുക്കുന്ന സമയത്തിൽ ജെഫ് അവിടെ എത്തി. അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ അവനെ ജെഫിനെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ അവൻ ഒന്നും ചെയ്യാതെ അവനെ കൊല്ലുന്നത് വെറുതെ രസിച്ച് നോക്കി നിന്നു. അവനെ കൊല്ല്, അവന്റെ എല്ലുകൾ ഒടിയുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട് എന്നൊക്കെ ഒരു സൈക്കോയെ പോലെ അവൻ അനാക്കോണ്ടയോട് പറയുകയാണ്. അവസാനം അവനെ കൊന്ന ശേഷം വിഴുങ്ങാൻ തുടങ്ങിയതും ആ പരിസരത്തുള്ള ജീവികളൊക്കെ എന്തിൽ നിന്നോ പേടിച്ചോടുന്നത് പോലെ അവിടെ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങി. അവനെ വിഴുങ്ങാൻ തുടങ്ങിയ അനാക്കോണ്ടയും അവനെ കളഞ്ഞിട്ട് അവിടെ നിന്നും വേഗം പോയി. സംഭവം അവിടെ നേരത്തെ പറഞ്ഞ ക്രിസ്മൻ അനാക്കോണ്ട വരികയാണ്. അതിനെ പേടിച്ചിട്ടാണ് ബാക്കി ജീവികളൊക്കെ ഓടുന്നത്. എന്നിട്ട് കാടിനെ സൂം ഔട്ട് ചെയ്ത് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ട അനാക്കോണ്ടയേക്കാൾ ഒരുപാട് വലിപ്പമുള്ള ഒരു യമണ്ടൻ സാധനം മരങ്ങൾക്കിടയിലൂടെ പോകുന്നത് കാണാൻ. അടുത്ത രംഗത്തിൽ ഒരു സർക്കസിന്റെ ദൃശ്യമാണ് കാണിക്കുന്നത്. സിനിമയിലെ ബാക്കി പ്രധാന കഥാപാത്രങ്ങളൊക്കെ ഈ സർക്കസിലുള്ളവരാണ്. ഇവരുടെ ഷാഷാഹ്വാഹു എന്നൊക്കെയുള്ള ഒരുമാതിരി വായിൽ കൊള്ളാത്ത പേരുകളാണ്. അതുകൊണ്ട് ഇവർക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേര് ഞാൻ ഇട്ടിട്ടുണ്ട്.
സർക്കസിന്റെ ബോസ് വന്നിട്ട് ഈ ബ്രഹ്മാണ്ഡമായ സർക്കസ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞു. അയാളുടെ പറച്ചിൽ കേട്ടാൽ ഇതെന്തോ വലിയൊരു ഷോ ആണെന്ന് തോന്നും. പക്ഷെ ആകെ 4-3-7 പേര് മാത്രമേ കാണാനുള്ളൂ. ഷോ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു ചെറിയ കരടിക്കുട്ടി പോലത്തെ എന്തോ ഒന്ന് വന്ന് ഡാൻസ് കളിച്ചു. അടുത്തൊരു തടിയൻ വന്നു. ജോൺ എന്നാണ് അവന്റെ പേര്. അവൻ വളരെ ശക്തിശാലിയാണ്. അവൻ വന്നിട്ട് 1500 കിലോ ഉള്ള വലിയൊരു കല്ലെടുത്തു പൊക്കി. അടുത്ത് അമീലിയ വന്നിട്ട് കത്തിയെറിഞ്ഞു. അവസാനമാണ് ക്ലാര വരുന്നത്. അവളാണ് സിനിമയുടെ ഹീറോയിൻ. അവളെ വെള്ളം നിറച്ച ഒരു ടാങ്കിനുള്ളിൽ കയ്യും കാലുമൊക്കെ കെട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് അവളുടെ പ്രകടനം. അവൾ വളരെ വേഗം ചങ്ങലകളൊക്കെ ഊരാൻ ശ്രമിക്കുകയാണ്. ആൾക്കാരൊക്കെ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നു. പക്ഷെ അവസാനം രക്ഷപ്പെടാറായതും ഒരു പാമ്പ് വന്ന് വെള്ളത്തിൽ വീണു. അത് അവളെ ചുറ്റി വരിഞ്ഞു. അവൾ ശ്വാസം മുട്ടി മരിച്ചുപോയി കാണുമോ എന്ന് പേടിച്ച് എല്ലാവരും എണീറ്റ് നിന്ന് നോക്കി. എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ക്ലാര ഏറ്റവും പുറകിൽ വന്ന് നിന്നു. അവളുടെ കയ്യിൽ ആ പാമ്പുമുണ്ട്. അത് ശരിക്കും അവൾ വളർത്തുന്ന പാമ്പാണ്. അതോടെ ഷോ അവസാനിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസിൽ നിന്നും ഒരുത്തൻ വന്നിട്ട് ഇതൊരു സർക്കസ് ആണോടാ, ഈ വേസ്റ്റ് ഷോ കാണാനാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കാശ് വാങ്ങിച്ചേ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചു കടാന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അതിനിടയിൽ വേറൊരുത്തൻ വന്നിട്ട് ആ കരടിക്കുട്ടി വെറും ഫേക്ക് ആണ്, ഏതോ പട്ടിക്ക് കരടിയുടെ കോസ്റ്റ്യൂം ഇട്ട് കൊടുത്ത് ഞങ്ങൾ നീയൊക്കെ പറ്റിക്കാൻ നോക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കോസ്റ്റ്യൂമിൽ നിന്നും ഒരു കുള്ളൻ പുറത്തു വന്നു. ഡാനിയൽ എന്നാണ് ഈ കുള്ളന്റെ പേര്. ആരെയാടാ പട്ടി, നീ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ഡാനിയൽ ദേഷ്യപ്പെട്ടു. അതിനിടയിൽ ജോൺ നേരത്തെ എടുത്ത് പൊക്കിയ കല്ല് ചെന്ന് ഓഡിയൻസിൽ ഒരുത്തന്റെ മേലെ വീണു. പക്ഷെ അയാൾക്കൊന്നും പറ്റിയില്ല. കാരണം ആ കല്ല് വെറും പഞ്ഞിയായിരുന്നു. അയാൾ അത് പുഷ്പം പോലെ തൂക്കിയെടുത്ത് കളഞ്ഞു. അപ്പോൾ അതും ഫേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെല്ലാം വഴക്കുണ്ടാക്കി. അങ്ങനെ ഷോ ഒടുവിൽ കലഹത്തിൽ അവസാനിച്ചു. ശേഷം എല്ലാവരും കൂടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഷോ നടത്തി കാശുണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് അവർ വിഷമിച്ചിരിക്കുന്നത്. അതിനിടയിൽ ബോസ് വന്നിട്ട് വഴക്കും പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തൻ കയറി വന്നു. ഹെൻറി. ഇവനും പണ്ട് ഈ സർക്കസിലായിരുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഒരു പുതിയ സർക്കസ് കമ്പനിയൊക്കെ തുടങ്ങി വലിയ കാശുകാരനായി വന്നിരിക്കുകയാണ്. ബോസ് പോയ ശേഷം ഈ സർക്കസിൽ നിന്ന് കാശൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും കൂടെ അമേരിക്കയിൽ കൊണ്ടുപോകാമെന്ന് ഹെൻറി പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും പോകാമെന്ന് സമ്മതിച്ചു. എന്നാൽ ക്ലാരയ്ക്ക് മാത്രം ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ മാത്രം വരില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇനി ഒരു സർക്കസിലും വരുന്നില്ലെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമേരിക്കയിൽ പോകാനിറങ്ങി. പക്ഷെ ആദ്യം തായ്ലൻഡിൽ പോകണം. അവിടെ സർക്കസിൽ ജോയിൻ ചെയ്യാൻ ഞാൻ വേറെയും കുറച്ച് പേരെ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ അമേരിക്കയ്ക്ക് പോകാമെന്ന് ഹെൻറി പറഞ്ഞു. ബോട്ടിലാണ് തായ്ലൻഡിലേക്ക് പോകുന്നത്. ക്ലാര വരാത്തത് കൊണ്ട് ജോണും ഡാനിയലും ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. എന്നാൽ അവര് വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ ക്ലാരയും അവിടെ എത്തി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ബോട്ടിൽ കയറി. ബോട്ടിൽ ഒരു ക്യാപ്റ്റനുണ്ട്. ഈ ബോട്ട് അയാളുടേതാണ്. അതിനു പുറമെ ഹെൻറി മറ്റെവിടെ നിന്നോ നേരത്തെ റിക്രൂട്ട് ചെയ്തിട്ടുള്ള വേറൊരു സർക്കസുകാരനുമുണ്ട്. അവന്റെ പേര് മൈക്കിൾ. ഒടുവിൽ എല്ലാവരും കൂടെ യാത്രയായി. ആക്ച്വലി ഹെൻറി എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവരെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നത്. രാത്രി സമയത്തിൽ അവൻ ആരെയോ വിളിച്ചിട്ട് കൃത്യസമയത്തിൽ പറഞ്ഞ എത്രയും പേരെ ഞാൻ ഡെലിവർ ചെയ്യുമെന്ന് ആരോടോ ഫോണിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അവന്റെ ഫോൺ വെള്ളത്തിൽ പോയി. ഷോ, പുതിയ ഫോണായിരുന്നു, അതും പോയി, പണ്ടാരം എന്ന് ഹെൻറി സ്വയം പറഞ്ഞു. ഫോൺ പോയ വിഷമത്തിൽ നിന്നപ്പോൾ ചുമരിലെ ദ്വാരത്തിലൂടെ അപ്പുറത്തെ റൂമിൽ ക്ലാര ഡ്രസ്സ് മാറുന്നത് ഹെൻറി കണ്ടു. ഫോണ് പോയെങ്കിൽ പോട്ട്, തൽക്കാലം ഇത് കണ്ട് ആശ്വസിക്കാം എന്ന് കരുതി അവൻ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരു ചെറിയ പാമ്പ് ഹെൻറിയുടെ പാന്റിനുള്ളിലൂടെ കയറിപ്പോയി. അതുപോലും ശ്രദ്ധിക്കാതെയാണ് അവൻ വായും പൊളന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പാമ്പ് ചെന്ന് ഹെൻറിയുടെ കടിക്കാൻ പാടില്ലാത്ത എവിടെയോ കടിച്ചു. അയ്യോ, എന്നെ പാമ്പ് കടിച്ചു, അയ്യോ എന്നും പറഞ്ഞ് അവൻ കിടന്ന് അലറി. ഉടനെ ക്യാപ്റ്റൻ വന്ന് നോക്കി. ഡെനി പേടിക്കാതെ, ഇത് വിഷയമില്ലാത്ത പാമ്പാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന് സമാധാനമായത്. എന്റെ തട്ടകത്തിൽ വന്നിട്ട് നീ എന്നെ കടിക്കുന്നോടാ എന്ന് പറഞ്ഞ് ഹെൻറി ആ പാമ്പിനെ ചവിട്ടി കൊന്നുകളഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ തട്ടകമല്ല, അവരുടേതാണെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ശേഷം കുറച്ചു കഴിഞ്ഞ് അമീലിയ ഹെൻറിയുമായിട്ട് പഞ്ചാര അടിക്കാൻ വന്നു. അവനെ സോപ്പിട്ട് നിന്നാൽ അവൻ കൂടുതൽ കാശ് കൊടുക്കുമെന്ന് കരുതിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അമീലിയ. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവന്റെ റൂമിൽ ഒരു സോംബിയെ കണ്ട് അവൾ പേടിച്ച് വിളിച്ചു. അത് ശരിക്കും ആഡമായിരുന്നു. അവൻ നേരത്തെ കണ്ട മൈക്കിളിന്റെ കസിനാണ്. സംഭവം അവൻ സർക്കസ് ഷോകളിൽ സോംബിയായിട്ട് അഭിനയിക്കുന്നവനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോംബിയുടെ വേഷത്തിൽ അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അടുത്ത ദിവസം രാവിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ പോകുന്ന വഴിയിൽ എന്തോ തകർന്നു കിടക്കുകയാണ്. തടി കഷ്ണങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞത് കാരണം അതെല്ലാം എടുത്തു മാറ്റാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഹെൻറി ക്യാപ്റ്റനോട് ചോദിച്ചു. ഇനി വേണമെങ്കിൽ നമുക്ക് തിരിച്ച് മറ്റൊരു വഴിയിലൂടെ പോകാം, പക്ഷെ അതിന് ഇനിയും 3-4 ദിവസങ്ങൾ എടുക്കുമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ അയ്യോ, അത് ശരിയാകത്തില്ല, കൃത്യസമയത്തിൽ എനിക്ക് ഇവരെ ഡെലിവറി ചെയ്യണം എന്ന് ഹെൻറി ഓർമ്മിക്കാതെ അബദ്ധത്തിൽ പറഞ്ഞു. ഡെലിവറി ചെയ്യണമെന്നോ? എന്ത് ഡെലിവറി ചെയ്യണം എന്ന് ക്ലാര ചോദിച്ചു. ഓ, അതൊന്നുമില്ലടി, അത് വേറൊരു കാര്യം. നമുക്ക് സമയത്തിന് സർക്കസിൽ എത്തണ്ടേ എന്ന് പറഞ്ഞ് അവൻ തടി
തപ്പി. എന്നിട്ട് ഇത് മറികടന്ന് പോകാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഹെൻറി ക്യാപ്റ്റനോട് ചോദിച്ചു. അത്യാവശ്യമാണെങ്കിൽ ഒരു മാർഗമുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. ക്യാപ്റ്റന്റെ പക്കൽ നിറയെ ചെറിയ ബോംബുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറെ ബോംബുകൾ എടുത്ത് തകർന്നു കിടക്കുന്ന തടികൾക്കിടയിൽ കൊണ്ടുവച്ചു. ബോംബ് പൊട്ടുമ്പോൾ തടി കഷ്ണങ്ങളെല്ലാം തെറിച്ചു പോകും. അങ്ങനെ വഴി ക്ലിയർ ആകും. അതായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ ഈ തകർന്നു കിടക്കുന്ന തടി കഷ്ണങ്ങൾക്കിടയിൽ നിറയെ ചെറുതും വലുതുമായ ഒരുപാട് പാമ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്നും അറിയാതെയാണ് അവർ ബോംബുകൾ കൊണ്ട് വെച്ചത്. അങ്ങനെ ബോംബ് പൊട്ടിച്ചതും അതിലുണ്ടായിരുന്ന പാമ്പുകളെല്ലാം ചുറ്റും ചിതറി വീഴാൻ തുടങ്ങി. മഴ പെയ്യുന്നത് പോലെ കുറെ പാമ്പുകൾ ചെന്ന് ബോട്ടിലും വീണു. എന്റെ പൊന്നെ, അങ്ങനെ മഴ പെയ്യുന്ന പോലെ പെട്ടെന്ന് കുറെ പാമ്പുകൾ നിന്ന് തലമണ്ടേ കൂടെ വീഴുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊക്കെയാണ് അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനെ. എല്ലാവരും പേടിച്ച് പണ്ടാരടങ്ങി. ഓരോരുത്തരും ഓരോ വഴിക്കോടി. അവസാനം ക്ലാര ഒരു ഓസ് എടുത്ത് വെള്ളത്തിനെ വളരെ ഫോഴ്സിൽ തുറന്നു വിട്ടു. അങ്ങനെ അതിലൂടെ പാമ്പുകളെയൊക്കെ ഏതാണ്ട് ക്ലിയർ ചെയ്തു. ക്യാപ്റ്റൻ അപ്പൂപ്പനാണെങ്കിൽ ഈ വിഷയത്തിൽ നല്ല എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് ഓരോന്നിനെ എടുത്ത് പുറത്തെറിഞ്ഞു. ഹെൻറി ആണെങ്കിൽ പേടിച്ച് വിരണ്ട് ഒരു ബാത്റൂമിൽ ചെന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാമ്പ് മുകളിലൂടെ ഇറങ്ങി വന്നു. ഒരു കമ്പെടുത്ത് അതിനെ പുറത്തോട്ട് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കുട്ടക്കണക്കിന് പാമ്പുകൾ വന്ന് അവന്റെ മണ്ടേ കൂടെ വീണു. അവന്റെ ജീവിതത്തിൽ അവൻ ഇത്രയും പേടിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് നീന്തി കരയിൽ കയറി. എന്റെ പൊന്നെ, അങ്ങനെ ഒരുവിധം അവിടുന്ന് രക്ഷപ്പെട്ടടേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഘോര വിഷമുള്ള ഒരു പാമ്പ് അവനെ കൊത്താൻ റെഡിയായി നിന്നത്. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് കരുതിയപ്പോൾ ആരും ഒരാൾ വന്ന് ആ പാമ്പിനെ കാലുകൊണ്ട് ചവിട്ടി കൊന്നുകളഞ്ഞു. അങ്ങനെ ഹെൻറിയെ രക്ഷപ്പെടുത്തി. അതാരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ വില്ലൻ ജെഫ് ആണ്. സംഭവം അവൻ നേരത്തെ ക്രിസ്മൺ അനാക്കോണ്ടയുടെ മുന്നിൽ പെട്ടിട്ടും ചത്തിട്ടില്ല. അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ശേഷം ജെഫും കൂടെ വന്ന് ബോട്ടിൽ കയറി. എന്നെ രക്ഷിച്ച നീയാണ് എന്റെ ഹീറോ എന്ന് ഹെൻറി പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ ജോൺ ചെവി വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. എന്റെ ചെവിയിൽ എന്തോ ഉണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ എന്നും പറഞ്ഞ് അവൻ അലറി വിളിക്കുകയാണ്. ഉടനെ ഇത് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ജെഫ് അവന്റെ കൈവിരലിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചു. എന്നിട്ട് ആ വിരലെ ജോണിന്റെ ചെവിക്ക് അടുത്ത് കൊണ്ടുവച്ചു. അങ്ങനെ വെച്ചതും വിരലിൽ ഒരു ചെറിയ കുട്ടി പാമ്പ് കടിച്ചു. അപ്പോൾ അവൻ ആ പാമ്പിനെ പുറത്തെടുത്ത് ആറ്റിൽ കളഞ്ഞു. ഇതൊക്കെ കണ്ട ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി. ഇവൻ കൊള്ളാല, ഇവൻ ഇത്രയും കിടിലായിരുന്നോ എന്നാണ് ബാക്കി എല്ലാവരും ചിന്തിച്ചത്. ഞാനും എന്റെ കൂട്ടുകാരും ഈ കാട് സന്ദർശിക്കാൻ വന്നവരാണ്. കാടിന്റെ മറുവശത്തിൽ നമ്മൾ ബോട്ട് നിർത്തിയിട്ട് കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ പാമ്പ് കടിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഇപ്പൊ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കാണെങ്കിൽ കാട്ടിൽ അതിജീവിക്കാനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. ഇതൊരു വിഷമില്ലാത്ത പാമ്പായിരുന്നു. അങ്ങനെ ജെഫ് കുറെ കള്ളങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതൊന്നും ക്ലാര വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഹെൻറിയെ കൂട്ടിക്കൊണ്ടുപോയി അവനുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചു. അവൻ നിന്റെ ജീവൻ രക്ഷിച്ചതൊക്കെ ശരി തന്നെ, പക്ഷേ അവൻ വെറും ഉടായിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ അവൻ ജോണിന്റെ ചെവിയിൽ നിന്ന് പുറത്തെടുത്ത് കളഞ്ഞ പാമ്പിന് യഥാർത്ഥത്തിൽ ഘോര വിഷമുണ്ടായിരുന്നു. അത് കടിച്ചിട്ടും അവനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൻ ഇതുപോലെ ഒരുപാട് തവണ പാമ്പ് കടിച്ചിട്ടുണ്ട്. അങ്ങനെ പാമ്പ് കടി ഏറ്റേറ്റ് അവന്റെ ശരീരം പാമ്പ് വിഷത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവൻ തീർച്ചയായും പാമ്പ് പിടുത്തക്കാരനായിരിക്കും. എന്തായാലും അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്ന വഴിയിൽ അടുത്ത ഹാർബറിൽ തന്നെ അവനെ ഇറക്കി വിടണമെന്ന് ക്ലാര പറഞ്ഞു. ഹെൻറിയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാണ്. ശേഷം രാത്രി ആയപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ മാത്രം ഒറ്റയ്ക്കിരുന്ന് മീൻ പിടിക്കുകയായിരുന്നു. ആ സമയത്തിൽ ജെഫ് വന്ന് അവന്റെ മാപ്പിൽ ഒരു സ്ഥലം കാണിച്ചിട്ട് അങ്ങോട്ട് പോകണമെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻ അത് സമ്മതിച്ചില്ല. അപ്പോൾ ജെഫ് കുറെ കാശ് എടുത്ത് അയാളെ വശത്താക്കാൻ നോക്കി. എന്നാൽ ക്യാപ്റ്റൻ ഒരു ക്രോസ് ബോ എടുത്തിട്ട്, എന്താ കാശ് കണ്ടാ ഞാൻ അങ്ങ് മയങ്ങുമെന്ന് വിചാരിച്ചാ? നീ പറയുന്ന ഈ സ്ഥലം എന്തുമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള വനമാണെന്ന് നിനക്കറിയോ? അത് ശപിക്കപ്പെട്ട ഒരു കാടാണ്. അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് പറ്റില്ല. നീ ഇനി എത്ര കാശ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോവില്ല. കാരണം എനിക്ക് എന്റെ ജീവനാണ് വലുത്. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഇതിനെ ഞാൻ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ ജെഫ് അവിടെ നിന്നും പോയി. എന്നിട്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ വീണ്ടും മീൻപിടുത്തം തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും എന്തോ ഒന്ന് പെട്ടെന്ന് വന്ന് അയാളെ വലിച്ചെടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ ക്ലാര ഉറക്കമെണീറ്റ് വന്ന് ക്യാപ്റ്റനെ നോക്കിയപ്പോൾ അയാളെ കാണുന്നില്ല. ഇയാളിത് എവിടെ പോയെന്ന് നോക്കി ബോട്ടിൽ എല്ലായിടത്തും തിരയുന്നതിനിടയിൽ ജെഫ് എന്തിനെയോ വെട്ടിക്കൊല്ലുന്നത് കണ്ടു. പേടിച്ചിട്ടാണെങ്കിലും ഇവനിതെന്താണ് വെട്ടുന്നതെന്ന് നോക്കാൻ അവൾ അടുത്തോട്ട് പോയി നോക്കി. എന്നാൽ അവൻ മീനാണ് വെട്ടിക്കൊണ്ടിരുന്നത്. ഇയാൾ ക്യാപ്റ്റനെ കണ്ടോ എന്ന് അവൾ അവനോട് ചോദിച്ചു. മീൻ വെട്ടുന്നതിനിടയിൽ ഞാൻ ക്യാപ്റ്റനെ ഒന്നും കണ്ടില്ലെന്ന് ജെഫ് പറഞ്ഞു. എന്നാൽ അടുത്ത് വെള്ളത്തിനടിയിലെ കാഴ്ച കാണിക്കുന്നുണ്ട്. അവിടെ ക്യാപ്റ്റനെ ഒരു ചൂണ്ടയിൽ കൊരുത്തിട്ടിരിക്കുകയാണ്. സംഭവം ഇന്നലെ രാത്രി ഇവനാണ് ക്യാപ്റ്റനെ വെള്ളത്തിൽ വലിച്ചിട്ട് കൊന്നുകളഞ്ഞത്. അനാക്കോണ്ടയ്ക്കുള്ള ഒരു കെണിയായിട്ടാണ് അവനിങ്ങനെ ക്യാപ്റ്റനെ കൊരുത്തിട്ടേക്കുന്നത്. അതായത് രക്തത്തിന്റെ മണമടിക്കുമ്പോൾ അനാക്കോണ്ട ക്യാപ്റ്റനെ പിടിക്കാൻ വരും. ആ തക്കത്തിൽ ജെഫ് അനാക്കോണ്ടയെ പിടിക്കും. അതാണ് ജെഫിന്റെ പ്ലാൻ.
അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു അനാക്കോണ്ട ക്യാപ്റ്റനെ വിഴുങ്ങാൻ വന്നു. അങ്ങനെ അത് ചൂണ്ടയിൽ കുടുങ്ങി. ഉടനെ ജെഫ് ചൂണ്ട പിടിച്ച് വലിച്ചു. ചൂണ്ടയെന്ന് വെച്ചാൽ സാധാരണ ചെറിയ ചൂണ്ടയൊന്നുമല്ല, ബോട്ടിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള വലിയ ചൂണ്ടയാണ്. പക്ഷെ എന്നിട്ടും ചൂണ്ടയിൽ അനാക്കോണ്ട നിൽക്കുന്നില്ല. അവസാനം ചൂണ്ട മൊത്തത്തിൽ ബോട്ടിൽ നിന്നും ഇളകിപ്പോയി. ജെഫ് ആണെങ്കിൽ ചെന്ന് വെള്ളത്തിലും വീണു. വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല, അതിനെ പിടിച്ചാൽ മതി എന്നാണ് ജെഫിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവന്റെ ഒരു ചെറിയ വഞ്ചിയിൽ കയറി അനാക്കോണ്ടയ്ക്ക് വേണ്ടി കാത്തുനിന്നു. അനാക്കോണ്ട അടുത്തെത്തിയതും അവൻ കമ്പിയെടുത്ത് അതിനെ കുത്തി. പെട്ടെന്ന് അനാക്കോണ്ട വഞ്ചിയെയും അവനെയും ചേർത്ത് ചുറ്റി വരിഞ്ഞു. അപ്പോൾ ജെഫിന്റെ കാര്യത്തിലും തീരുമാനമായെന്ന് ബാക്കിയുള്ളവർ കരുതി. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ബോട്ടിന്റെ പിന്നിലൂടെ കയറി വന്നു. അയാൾ എങ്ങനെയോ അനാക്കോണ്ടയിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ അനാക്കോണ്ട മിസ്സിംഗ് ആണ്. എപ്പോ വേണേലും അത് വീണ്ടും ആക്രമിക്കാം. ആ സമയത്തിൽ മൈക്കിൾ പുറത്തു വന്നു. ഇവിടെ നടക്കുന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. എന്താ എല്ലാവരും കൂടെ രാവിലെ കിടന്ന് ബേളം വെക്കണേ, മനുഷ്യനെ മര്യാദ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടു. അങ്ങനെ അയാൾ ദേഷ്യപ്പെടുന്ന സമയത്തിൽ അയാളുടെ പിന്നിലൂടെ അനാക്കോണ്ട വന്നു. എന്നിട്ട് നേരത്തെ വിഴുങ്ങിയ ക്യാപ്റ്റനെ അവരുടെ മുന്നിൽ തുപ്പിയിട്ടു. എല്ലാവരും ഭയന്ന് ഓടി ഒളിച്ചു. അനാക്കോണ്ട ബോട്ടിൽ ചുറ്റി വരിഞ്ഞ് എല്ലാവരെയും തേടാൻ തുടങ്ങി. അതിനിടയിൽ പലരെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് തടിയനും കുള്ളനും ഒളിച്ചിരുന്നത് കണ്ട് അവരെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ തടിയൻ ഒരു കലമെടുത്ത് അനാക്കോണ്ടയുടെ തലയിൽ കമത്തി. ഒന്നും കാണാൻ പറ്റാതെ അത് കിടന്ന് പൊളയാൻ തുടങ്ങി. ബോട്ട് മൊത്തം കുലുങ്ങുന്നുണ്ട്. ആ കുലുക്കത്തിന്റെ ആഘാതത്തിൽ ബോട്ടിൽ ഒരിടത്തിരുന്ന മണ്ണെണ്ണ കുപ്പി മറിഞ്ഞു വീണു. അങ്ങനെ ബോട്ടിൽ തീ പടർന്നു പിടിക്കാൻ തുടങ്ങി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ബോട്ടിൽ ഇനിയും ഒരുപാട് ബോംബുകൾ ഇരിപ്പുണ്ട്. തീ കത്തിപ്പിടിച്ചാൽ ബോംബുകൾ മുഴുവൻ പൊട്ടും. അതുകൊണ്ട് അതിനു മുന്നേ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും വെള്ളത്തിലേക്ക് ചാടി. ചാടുന്നതിന് മുന്നേ ക്ലാര അവൾ വളർത്തുന്ന പാമ്പിനെ നോക്കി. പക്ഷെ അതിനെ ഒരിടത്തും കാണുന്നില്ല. അങ്ങനെ വിഷമത്തോടെ അവളും വെള്ളത്തിൽ ചാടി. അവസാനം ബോംബുകളൊക്കെ പൊട്ടി. ആ തീയിൽ അനാക്കോണ്ടയും വെന്തു മരിച്ചു. കരയിലെത്തി എല്ലാവരും അവരുടെ ബോട്ട് കത്തി അമരുന്നത് സങ്കടത്തോടെ നോക്കി നിന്നു. ഇനി ഇവരെ സമയത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന വിഷമമാണ് ഹെൻറിക്ക്. അനാക്കോണ്ടയെ ജീവനോട് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ് ജെഫ് ചിന്തിക്കുന്നത്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ കാട്ടിൽ കുടുങ്ങിപ്പോയല്ലോ എന്ന സങ്കടവും. ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചേ. നീ അനാക്കോണ്ടയെ പിടിക്കാൻ നോക്കിയത് കൊണ്ടാണ് നമ്മുടെ ബോട്ട് നശിച്ചേ എന്നൊക്കെ പറഞ്ഞ് ക്ലാര ജെഫിനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങളും അതേ കാരണം തന്നെ. അതിനെ പിടിക്കാൻ നിങ്ങളും കൂടെ എന്നെ എന്ന് സഹായിച്ചിരുന്നേ നമ്മൾ എല്ലാവരും ഇപ്പോൾ വലിയ കോടീശ്വരായി മാറിയേനെ എന്നൊക്കെയാണ് ജെഫ് പറയുന്നേ. അപ്പോൾ ഇവൻ വെറും ഒരു ഇല്ലീഗൽ പാമ്പ് പിടുത്തക്കാരനാണെന്ന സത്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവരും ജെഫിനെ കുറ്റപ്പെടുത്തി. പക്ഷെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് ജെഫ് പറഞ്ഞു. എന്നിട്ട് മാപ്പ് എടുത്ത് നേരത്തെ ക്യാപ്റ്റനെ പറഞ്ഞു കൊടുത്ത സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെയാണ് ഞാൻ വന്ന ബോട്ട് ഉള്ളത്. എന്റെ കൂടെ നിങ്ങൾ അവിടെ വന്നാൽ നമുക്ക് ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാമെന്ന് ജെഫ് പറഞ്ഞു. അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല, നിന്റെ കൂടെ വരുന്നത് ഡേഞ്ചർ ആണ്, അതുകൊണ്ട് നമ്മൾ വരില്ല എന്നൊക്കെ ക്ലാര പറഞ്ഞു. എല്ലാവരും ക്ലാരയെ സപ്പോർട്ടും ചെയ്തു. എന്നാൽ നേരത്തെ ജെഫ് കോടീശ്വരനാകാമെന്ന് പറഞ്ഞപ്പോൾ ഹെൻറിയുടെ മനസ്സിൽ ലഡു പൊട്ടിയിരുന്നു. അതുകൊണ്ട് അവൻ മാത്രം നൈസായിട്ട് ജെഫിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അയാളുടെ കൂടെ പോയാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് ഹെൻറി പറഞ്ഞു. എങ്കിലും ബാക്കി ആരും തന്നെ അതിന് തയ്യാറായില്ല. പക്ഷെ ആ സമയത്തിലാണ് അമീലിയയുടെ കഴുത്തിൽ ഒരു മുറിവ് കണ്ടത്. സംഭവം അത് വിഷമുള്ള ഒരുതരം തേനീച്ച കടിച്ചതാണ്. ഈ വിഷത്തിനുള്ള ആന്റിബയോട്ടിക്സ് കൊടുത്തില്ലെങ്കിൽ ഇനിയും 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവള് മരിച്ചു പോകും. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എന്റെ ബോട്ടിൽ ഇതിനുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ട്. എന്റെ കൂടെ വന്നാലേ ഇവളിനി ജീവിച്ചിരിക്കൂ എന്ന് ജെഫ് പറഞ്ഞു. എങ്ങനെ നോക്കിയാലും ഈ ഘോരവനത്തിൽ നിന്നും 2 ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാ പിന്നെ എന്തായാലും ഇവന്റെ കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് തന്നെ ക്ലാര തീരുമാനിച്ചു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ എല്ലാവരും ജെഫിന്റെ കൂടെ അവന്റെ ബോട്ടും തേടി നടന്നു. ഘോരമായ കാട്ടിലൂടെ അവർ പേടിച്ചാണ് നടക്കുന്നത്. ഒരിടത്തെത്തിയപ്പോൾ ഒരു ചെറിയ അരുവി കണ്ടു. അങ്ങനെ അവരവിടെ കുറച്ചു നേരം വിശ്രമിച്ചു. അവിടുന്ന് വെള്ളം കുടിക്കാൻ പോയതും എല്ലാവരെയും ജെഫ് തടഞ്ഞു. ആരും ഇവിടുന്ന് വെള്ളം കുടിക്കരുത്. ഈ വെള്ളത്തിൽ നിറയെ പാരസൈറ്റുകളുണ്ട്. ഇത് കുടിച്ചാൽ ആ പാരസൈറ്റുകൾ നമ്മുടെ ശരീരത്തിൽ കയറും. പിന്നെ നമ്മുടെ ശരീരത്തിനെ ആ പാരസൈറ്റുകളായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു സോംബിയെ പോലെ ആയി മാറും. എന്നിട്ട് അത് നമ്മളെ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി കൊല്ലും എന്നൊക്കെ ജെഫ് പറഞ്ഞു കൊടുത്തു. ശേഷം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ആഹാരം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് സമീപത്ത് കണ്ട ഒരു പോഡിൽ ജെഫ് കൈയിട്ടിട്ട് നിസ്സാരം പോലെ ഒരു മലമ്പാമ്പിനെ പിടിച്ചെടുത്തു. അത് കണ്ട് എല്ലാവരും ഷോക്കായി. അതിനെ വെട്ടിമുറിച്ച് വേവിച്ച് എല്ലാവരും കൂടെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ ജെഫ് മാത്രം വേവിക്കാതെ പച്ചയ്ക്ക് തന്നെ അതിനെ കഴിച്ചു. കട്ട സൈക്കോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പക്ഷികളൊക്കെ പെട്ടെന്ന് പറന്നു പോകാൻ തുടങ്ങി. അപ്പോൾ ഏതോ അനാക്കോണ്ട ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ജെഫിന് മനസ്സിലായി. പക്ഷെ അത് അവൻ ആരോടും പറഞ്ഞില്ല. പകരം അനാക്കോണ്ടയെ പിടിക്കാൻ ഒരു കമ്പിനെ വെട്ടി കുന്തമൊക്കെ റെഡിയാക്കി വെച്ചു. അധികം വൈകാതെ അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു അനാക്കോണ്ട അവിടെ എത്തി. അത് പതുങ്ങി വന്ന് ഡാനിയലിനെ കടിച്ചെടുത്തുകൊണ്ട് പോവാൻ നോക്കി. പെട്ടെന്ന് എല്ലാവരും കൂടെ ഡാനിയലിനെ തിരിച്ച് അനാക്കോണ്ടയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അതിനിടയിൽ ജെഫ് മോടി വന്ന് കുന്തം കൊണ്ട് അനാക്കോണ്ടയെ കുത്തി. അങ്ങനെ അനാക്കോണ്ട ഡാനിയലിനെ വിട്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം ജെഫിനെ എല്ലാവരും പതിയെ വിശ്വസിക്കാൻ തുടങ്ങി. ശേഷം എല്ലാവരും അവിടെ നിന്നും വേഗം പോയി. പോകുന്നതിന് മുന്നേ ആദമിന്റെ കഴുത്തിലെ മുറിവിലൂടെ നേരത്തെ കണ്ട പാരസൈറ്റ് ഇറങ്ങി പോകുന്നത് കാണാം. പക്ഷെ അതാരും തന്നെ ശ്രദ്ധിച്ചില്ല. ആദവും അത് കണ്ടില്ല.
അന്ന് രാത്രി കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു ഗുഹ കണ്ടപ്പോൾ ഇവിടെ തങ്ങാമെന്ന് ജെഫ് തീരുമാനിച്ചു. ഗുഹയിൽ മുൻപാരോ തങ്ങിയതിന്റെ ചില അടയാളങ്ങളൊക്കെയുണ്ട്. മുൻപ് തങ്ങിയവര് ഗുഹയ്ക്ക് ചുറ്റും പാമ്പുകളെ റിപ്പൽ ചെയ്യുന്ന എന്തോ ഒരു തരം സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് കിടന്നുറങ്ങാമെന്ന് ജെഫ് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവരവിടെ തങ്ങി. അമീലിയ ക്ലാരയുമായിട്ട് ചില ഇമോഷണൽ ആയ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കൊരു കുഞ്ഞനിയനുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നത് മുഴുവൻ അവന് വേണ്ടിയാണ്. അവനെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. ഒരുപക്ഷെ ആന്റിബയോട്ടിക്സ് കിട്ടാതെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ദയവേത് നീ അവനെ നോക്കിക്കോണം. ഞാൻ ദൂരെ ഒരിടത്തിൽ വലിയ ആക്ട്രസ് ആയി ജോലി ചെയ്യാണെന്ന് അവനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ അമീലിയ ക്ലാരയോട് പറഞ്ഞു. ഈ സമയം ജെഫ് എന്തോ ആലോചിക്കുകയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ക്രിംസൺ അനാക്കൊണ്ടയിൽ നിന്നും അവൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നായിരുന്നു അവൻ ആലോചിക്കുന്നത്. അന്ന് അവൻ ക്രിംസണിൽ നിന്നും ഓടി ഒരു ശവപ്പെട്ടിയിലാണ് ഒളിച്ചിരുന്നത്. ആ പെട്ടിയാണെങ്കിൽ ഒഴുകി നദിയിൽ വന്ന് വീഴുകയും ചെയ്തു. അങ്ങനെ നദിയിലൂടെ അവൻ കുറെ ദൂരം ഒഴുകി നടന്നു. അങ്ങനെയാണ് അന്ന് അവൻ രക്ഷപ്പെട്ടത്. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അവന്റെ പക്കൽ ഹെൻറി വന്നു. ഇയാൾ എന്തോ മാരകമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഹെൻറിക്ക് മനസ്സിലായി. ബോസ്, എന്താണ് ബോസിന്റെ ശരിക്കുമുള്ള പ്ലാൻ? നേരത്തെ കോടീശ്വരനാകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. ആ പ്ലാനിൽ എന്നെയും കൂടെ ഒന്ന് കൂട്ടുവോ? ഞാൻ കട്ടയ്ക്ക് ബോസിന്റെ കൂടെ നിൽക്കാം. എനിക്ക് കാശാണ് പ്രധാനം. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ മതി എന്ന് ഹെൻറി അയാളോട് പറഞ്ഞു. ഇവനെ കൂടെ നിർത്തുന്നത് നല്ലതാണെന്ന് ജെഫിനും തോന്നി. അങ്ങനെ അവൻ ക്രിംസൺ അനാക്കോണ്ടയെ കുറിച്ചും അത് വിറ്റാൽ കിട്ടുന്ന കാശിനെ കുറിച്ചും അവസാനം അതിനെ പിടിക്കാനുള്ള പ്ലാനും പറഞ്ഞു കൊടുത്തു. നേരത്തെ ക്യാപ്റ്റനെ ചെയ്തതുപോലെ കൂടെയുള്ളവരെ പിടിച്ചു കെട്ടി കെണിയാക്കി മാറ്റും. അവരെ അനാക്കോണ്ട പിടിച്ച് വിഴുങ്ങാൻ വരും. ആരെയെങ്കിലും വിഴുങ്ങുന്ന സമയത്തിൽ അനാക്കോണ്ട വീക്ക് ആയിരിക്കും. ആ സമയത്തിൽ അതിനെ ആക്രമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിഴുങ്ങുന്ന സമയത്തിൽ നമുക്ക് അനാക്കോണ്ടയെ പിടിക്കാം. ഇതാണ് ജെഫിന്റെ പ്ലാൻ. എനിക്ക് ശരിക്കും ഇവരെ കൊണ്ട് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ബോസിന്റെ പ്ലാനാണ് നല്ലതെന്ന് പറഞ്ഞ് ഹെൻറി ചിരിച്ചു. സംഭവം അവരെ തായ്ലൻഡിൽ കൊണ്ടുപോയി അവരുടെ അവയവങ്ങളൊക്കെ എടുത്തു വിൽക്കാനായിരുന്നു ജെഫിന്റെ യഥാർത്ഥ പ്ലാൻ. അടുത്ത സീനിൽ ഗുഹയിൽ നിറയെ അനാക്കോണ്ടകൾ വന്ന് കിടക്കുകയാണ്. അനാക്കോണ്ടകൾ കൊണ്ട് ഗുഹ നിറഞ്ഞു. അത് പക്ഷേ ശരിക്കും മൈക്കിളിന്റെ വെറും ഒരു സ്വപ്നമായിരുന്നു. അയാൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കസിനെ കാണുന്നില്ല. ഇവന് ഇതെവിടെ പോയിന്ന് ഗുഹയ്ക്ക് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആദം സമീപത്തുള്ള അരുവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നേരത്തെ അവന്റെ ശരീരത്തിൽ കയറിയ പാരസൈറ്റ് പണി തുടങ്ങിക്കഴിഞ്ഞു. അവനെ പിടിക്കാൻ വേണ്ടി ഒരു അനാക്കോണ്ടയും വരുന്നുണ്ട്. ഡേ ഇങ്ങ് വാടാ, ഡേ അനാക്കോണ്ട വരുന്നടാ, പെട്ടെന്ന് വാടാ എന്നൊക്കെ പറഞ്ഞ് അവനെ മൈക്കിൾ വിളിക്കുന്നുണ്ട്. പക്ഷേ പാരസൈറ്റിന്റെ കൺട്രോളിലായതുകൊണ്ട് അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം അനാക്കോണ്ട വന്ന് ആദമിനെ പിടിച്ചോണ്ടുപോയി. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നവൻ പോയല്ലോ എന്ന വിഷമത്തിൽ അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. കുറെ ദൂരം പോയപ്പോൾ ഒരു നദിക്കരികിലെത്തി. ഇനി നമുക്ക് ഈ നദിയിലൂടെ പോകാമെന്ന് ജെഫ് പറഞ്ഞു. നദിയിലൂടെ പോകുന്നത് ഡേഞ്ചറാണ്, നമുക്ക് കരയിലൂടെ പോയാൽ മതി എന്ന് ക്ലാര പറഞ്ഞു. അപ്പോൾ കരയിലൂടെ പോയാൽ ഇനിയും 2 ദിവസങ്ങൾ എടുക്കും. അത് കുഴപ്പമില്ല എന്ന് ജെഫ് ചോദിച്ചു. എന്നാൽ അമീലേക്ക് ഇനി 2 ദിവസം ഇല്ല. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ നദിയിലൂടെ തന്നെ അവര് നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ മുകളിൽ നിന്നും ഒരു സീൻ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവർക്കിടയിലൂടെ അനാക്കോണ്ട പോവുകയാണ്. പണ്ടത്തെ അനാക്കോണ്ട സിനിമ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സീൻ ഓർമ്മയുണ്ടായിരിക്കും. അനാക്കോണ്ട വന്ന് ജെഫിന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരോടും അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അനാക്കോണ്ട ചാടി വീണ് മൈക്കിളിനെ പിടികൂടി. ക്ലാര വന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 7 പേരിൽ നിന്നും 6 പേരായി കുറഞ്ഞു. ശേഷം അവർ വീണ്ടും നടന്നു. അവസാനം അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ജെഫ് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ അവൻ പറഞ്ഞതുപോലെ ബോട്ട് ഉണ്ടായിരുന്നു. ബോട്ടിൽ ആന്റിബയോട്ടിക്സും ഉണ്ട്. രക്ഷപ്പെട്ടു. എത്രയും വേഗം ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് ക്ലാര പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ജെഫിന്റെ ട്വിസ്റ്റ്. ഇതുവരെ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലേ, ഇനി അനാക്കോണ്ടയെ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ജെഫ് പറഞ്ഞു. നിനക്കെന്താ പ്രാന്ത? അത്രയും വലിയ അനാക്കോണ്ടയെ നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും എന്ന് ദേഷ്യത്തിൽ ക്ലാര ചോദിച്ചു. അപ്പോൾ അതിനല്ലേ നിങ്ങളുള്ളതെന്ന് പറഞ്ഞ് ജെഫും ഹെൻറിയും കൂടെ ബാക്കി 4 പേരെയും കെട്ടിവെച്ചു. എന്നിട്ട് അവരെയും കൊണ്ട് നേരത്തെ ക്രിംസൺ അനാക്കോണ്ടയെ കണ്ട സ്ഥലത്തേക്ക് പോയി. ജോണിനെയും ഡാനിയലിനെയും കെട്ടിവെച്ച് അവർ അനാക്കോണ്ടയ്ക്കുള്ള ട്രാപ്പ് ഒക്കെ റെഡിയാക്കി. എന്നിട്ട് ഹെൻറി പോയി അനാക്കോണ്ട വരുന്നതും കാത്തുനിന്നു. അമീലയെയും ക്ലാരയെയും ഒരു മരച്ചുവെട്ടിയിൽ കെട്ടിയിരിക്കുകയായിരുന്നു. ഹെൻറി പോയ തക്കത്തിൽ അവർ കെട്ടഴിച്ച് ജെഫിനെ ആക്രമിക്കാൻ വന്നു. അമീലിയ അവന്റെ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കി. പക്ഷേ തോക്കിൽ സേഫ്റ്റി ഓൺ ആയിരുന്നു. അതുകൊണ്ട് വെടിവെക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്ലാര പുറകിലൂടെ വന്ന് ജെഫിനെ കുത്തി. അങ്ങനെ അവരവിടെ അടികൂടുന്ന സമയത്തിൽ കെട്ടിവെച്ചിരിക്കുന്നവരെ വിഴുങ്ങാൻ അനാക്കോണ്ട വന്നു. അവരെ വിഴുങ്ങുന്ന സമയത്തിൽ വല വിരിച്ച് അനാക്കോണ്ടയെ കുടുക്കും. എന്നിട്ട് മയക്ക് വെടിവെച്ച് അതിനെ അവരുടെ വരുതിയിലാക്കും. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ വല വിരിക്കാൻ ഹെൻറി റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അവനെ നോക്കി മറ്റൊരു അനാക്കോണ്ട വരുന്നുണ്ടായിരുന്നു. അത് മേലെ കൂടെ വന്ന് അവനെ പിടിച്ചെടുത്തോണ്ട് പോയി. അപ്പോൾ വല വീണത് കാരണം കെട്ടിയിരുന്നവരെ പിടിക്കാൻ വന്ന അനാക്കോണ്ട പേടിച്ച് അവിടെ നിന്നും പോയി. അതിനിടയിൽ ജെഫിനെ അടിച്ചിട്ടിട്ട് 2 പേരും കൂടെ കെട്ടിയിട്ടിരുന്നവരെ വന്ന് കെട്ടൊക്കെ അഴിച്ചുവിട്ടു. അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ വില്ലൻ എണീറ്റ് വന്നു. പക്ഷെ അപ്പോൾ മറ്റൊരു അനാക്കോണ്ട വന്ന് അവനെയും പിടിച്ചു. ശേഷം ബാക്കി 4 പേരും കൂടെ അവിടെ നിന്നും പോകാനൊരുങ്ങി. എന്നാൽ അപ്പോഴാണ് അമീലിയയുടെ ദേഹത്തൊരു മുറിവ് കണ്ടത്. അത് നേരത്തെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ജെഫ് അവളെ വെടിവെച്ചതാണ്. അങ്ങനെ രക്തം വാർന്ന് അവൾ അവിടെ വെച്ച് തന്നെ മരിച്ചുപോയി. മരിക്കുന്നതിന് മുന്നേ എന്റെ അനിയനെ നോക്കിക്കൊള്ളണമെന്ന് അവൾ ക്ലാരയോട് പറഞ്ഞു. ശേഷം ബാക്കി 3 പേരും കൂടെ അവിടെ നിന്നും പോയി.
അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ബോട്ടിലെത്തി. ബോട്ടിൽ കയറി ഇരുന്നതും ജോണിനെ ആരോ പുറകിൽ നിന്നും മയക്ക് വെടിവെച്ചു. അത് വില്ലനായിരുന്നു. അവൻ വീണ്ടും എണീറ്റ് വന്നിരിക്കുകയാണ്. നേരത്തെ അവനെ പിടിച്ച പാമ്പിന്റെ തല വെട്ടിയാണ് അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെ അവരെ വീണ്ടും അവൻ പിടിച്ചുകെട്ടി. എന്നിട്ട് വീണ്ടും കെണിയൊരുക്കി. ഇത്തവണ നിറയെ ട്രാപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും വലകളും കമ്പികളും ഒക്കെ കെട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഇന്ന് ഞാൻ ഒരു അനാക്കോണ്ടയെ പിടിച്ചിട്ടേ പോകുമെന്നാണ് വില്ലന്റെ തീരുമാനം. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവിടെ നിരവധി അനാക്കോണ്ടകൾ വന്നു. എന്നാൽ എന്തോ ശബ്ദം കേട്ടതും വന്ന വേഗത്തിൽ തന്നെ അവയെല്ലാം പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. അത് സംഭവം ക്രിംസൺ വരുന്നതാണ്. അങ്ങനെ അവസാനം അവരും ക്രിംസണിനെ നേരിട്ട് കണ്ടു. അത് 3 പേരെയും വലിഞ്ഞു മുറുക്കാൻ തുടങ്ങിയതും ജെഫ് വല വിരിച്ചു. വലയിൽ കുടുങ്ങിയ ക്രിംസൺ എങ്ങനെയെങ്കിലും വലയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് പിടച്ചു. വലയ്ക്കുള്ളിൽ തന്നെ ആ 3 പേരും അപ്പോഴും ട്രാപ്പായി കിടക്കുകയാണ്. അവസാനം അത് വലയും പൊട്ടിച്ച് പുറത്തു ചാടി. എന്നിട്ടൊരു മരത്തിന് മുകളിലൂടെ വന്ന് ജെഫിനെ പിടിച്ച് വിഴുങ്ങി. വിഴുങ്ങുന്നതിന് മുൻപ് തന്നെ അത് അവന്റെ എല്ലുകളെയൊക്കെ വരിഞ്ഞു മുറുക്കി പൊടിച്ചു കളഞ്ഞിരുന്നു. അപ്പോ പിന്നെ ഇനി അവൻ ഒരു രീതിയിലും പാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അവനെ വിഴുങ്ങുന്ന തക്കത്തിൽ അവര് കെട്ടൊക്കെ അഴിച്ചു. എന്നിട്ട് 3 പേരും പോയി ഒളിച്ചിരുന്നു. ശേഷം ക്രിംസൺ അവരെ തേടാൻ തുടങ്ങി. അവർ പലയിടങ്ങളിലും മാറി മാറി ഒളിച്ചു. പക്ഷെ അവസാനം അവരെ കണ്ടെത്തി. ഒടുവിൽ അതവരെ വിഴുങ്ങാൻ വന്നതും ഒരു ചെറിയ പാമ്പ് ക്രിംസണിനെ ആക്രമിക്കാൻ ചാടി വന്നു. അത് ശരിക്കും ക്ലാര വളർത്തുന്ന പാമ്പാണ്. പക്ഷെ അതിനെ കൊണ്ട് ക്രിംസണിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അതിനെ നിസ്സാരമായിട്ട് ക്രിംസൺ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷെ ആ തക്കത്തിൽ അവർക്ക് അവിടെ നിന്ന് ഓടാൻ സാധിച്ചു. അങ്ങനെ ഓടുന്നതിനിടയിൽ ക്രിംസൺ വീണ്ടും അവരെ തുരത്തി. പക്ഷെ അതിനിടയിൽ നേരത്തെ ജെഫ് കെട്ടിവെച്ചിരുന്ന ഒരു കമ്പിയിൽ തട്ടി അതിന്റെ തല 2ആയിട്ട് പിളർന്നുപോയി. അത് കണ്ടപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അങ്ങനെ അവസാനം അവർ ബോട്ടിൽ കയറി വളരെ വേഗം കാട്ടിൽ നിന്നും രക്ഷപ്പെടുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്. പക്ഷേ സിനിമ തീരുന്നതിന് മുന്നേ ക്രിംസന്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിന് പാതി തലയില്ലെങ്കിലും ഞാൻ ആരെയും വെറുതെ വിടില്ലെന്ന രീതിയിൽ അത് വീണ്ടും എണീറ്റു. അപ്പോൾ ക്രിംസൺ അനാക്കോണ്ടയുടെ പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാകും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു അടിപൊളി സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.